ഹായ് ഹലോ നമസ്കാരം. ബിഗ് ബോസിൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ് ഞാൻ. കാരണം എനിക്ക് ഈ തല്ലും വഴക്കൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. കാരണം ഇപ്പം എന്തോ ഇങ്ങനെ ഇഷ്ടമാണ്. ബിഗ് ബോസ് അഖിൽമാരാറുണ്ടായിരുന്ന എപ്പിസോഡ്, റോബിൻ ഡോക്ടർ ഉണ്ടായിരുന്ന എപ്പിസോഡ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടമുള്ളതായിരുന്നു. പക്ഷേ ഈ വർഷം എന്താണ് കാട്ടിക്കൂട്ടുന്നത്? വെറുതെ എങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാതെ കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി വഴക്കുണ്ടാക്കുന്നു. ഒരു എൻ്റർടൈൻമെൻറ്റോ അല്ലാതെ ഒരു കോമഡിയോ ഇവരൊരു ഫണ്ണോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇവർ കടിച്ച് കീറാൻ നിൽക്കുകയാണ് ഈ വർഷത്തെ ഒരു എപ്പിസോഡെന്ന് പറഞ്ഞാൽ. ഒരു തരത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മൊത്തത്തിലൊരു ശോകം പോലെ തോന്നുന്നു. എല്ലാ വർഷത്തെ പോലെ ഒരു കോമഡി പറയുക അല്ലാതെ ഇവർ സ്വന്തമായിട്ടൊരു എൻജോയ്മെൻറ്റോ ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കണ്ടസ്റ്റൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവർ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു വരുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഒരു സത്യം വിളിച്ചു പറഞ്ഞാൽ അതും ദേഷ്യം തോന്നുന്നു. ഒരു വൃത്തിയുടെ കാര്യം പറഞ്ഞിട്ട് അനുമോളും രേണുവും തമ്മിൽ പേൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കും പ്രശ്നങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് പേൻ ഭയങ്കര കാർഡുകളൊക്കെ ഇറക്കാറുള്ളത്. ലവ് കാർഡ്, സെൻറ്റിമെൻറ്റ്സ് കാർഡ്, കരച്ചിൽ കാർഡ്. ആദ്യമായിട്ടാണ് ഒരു പേൻ കാർഡെന്ന് പറഞ്ഞിട്ട് സംഭവം വരുന്നത് തോന്നുന്നു. പേൻ എന്ന് പറഞ്ഞ സാധനം എല്ലാവരുടെയും തലയിലുണ്ട്. എല്ലാവരുടെയും അത് വൃത്തിയുടെ ഒന്നും അല്ലാതെ തന്നെ പെയിൻ ഉണ്ടാവാറുണ്ട്. മുടിയുള്ള പെണ്ണുങ്ങൾക്ക് അല്ലാതെയൊക്കെ പെയിൻ ഉണ്ടാവാറുണ്ട്. അവർക്കത് ഇൻസൾട്ടായിട്ടായിരിക്കും ചിലപ്പം അവരങ്ങനെ റിയാക്ട് ചെയ്തത്. പിന്നെ പറഞ്ഞതിനകത്തും ശരിയുണ്ട്. ഹൈജീനെ പറ്റി പറഞ്ഞപ്പോൾ അത് അങ്ങനെ വരൂ, അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. പുള്ളിക്കാരിക്ക് തോന്നിയ കാര്യം പറഞ്ഞു. എന്താണെങ്കിലും ഒരു തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുപോലെ കുറേ ഡ്രസ്സും കാര്യങ്ങളും മേക്കപ്പൊക്കെ ആയിട്ട് വന്നിട്ട് അവർക്കതൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇവർ ഈ ഒരു മരണ വീട്ടിലിരിക്കുന്ന പോലെ എല്ലാവരും, പെൺപിള്ളേരാണെങ്കിലും ലിപ്സ്റ്റിക്ക് ഇടുവോ അല്ല കണ്ണെഴുതുമോ ഒന്നും ചെയ്യാതെ ഒരുമാതിരി കോലത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. ബിഗ് ബോസ് കൊടുത്തൊരു ചിറകൊക്കെ ബാക്കിൽ വെച്ചിട്ട് അത് കാണുമ്പോൾ തന്നെ ചിരിച്ച് ചാവുകയാണ്. കാരണം ഇവർക്ക് സ്വന്തമായിട്ടൊരു കണ്ടൻ്റ് ഇല്ല ഈ വർഷത്തെ ബിഗ് ബോസിനകത്ത്. ഒരു കണ്ടൻറ് ക്ഷാമം പോലെ ഇവർ വഴക്കുണ്ടാക്കുന്നതാണ് കണ്ടൻ്റ് എന്നാണ്. അല്ലാതെ തന്നെ കണ്ടൻ്റ് ഉണ്ടല്ലോ, ഒരുപാട് ഫണ്ണിയായിട്ടുള്ള തമാശകൾ പറഞ്ഞാലും അത് കണ്ടൻ്റാണ്. വഴക്ക് മാത്രം ഇടുന്നതുകൊണ്ട് അതൊരു കണ്ടൻ്റായിട്ട് വരുന്നില്ലല്ലോ. പിന്നെ ജിസയിലാണെങ്കിൽ പോലും റൂള് ബ്രേക്കപ്പ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും ലാലേട്ടനെ ഒരുപാട് വാൺ ചെയ്താണ് ഇങ്ങനെ മേക്കപ്പിൻ്റെ കാര്യത്തിൽ. പിന്നെയും പുള്ളിക്കാരി അതുതന്നെ ചെയ്യുന്നു. അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ മാറ്റി വയ്ക്കുന്നു. ഇതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാകുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ എന്താണ്, അക്ബർ എന്ന് പറയുന്ന ആൾ സത്യം പറഞ്ഞാൽ ആര് വഴക്കുണ്ടാക്കിയാലും അതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇയാളും കിടന്ന് അങ്ങ് അലറുവാണ്. എന്താ കാര്യം, വെറുതെ ഇങ്ങനെ കിടന്ന് അങ്ങ് അലറി പുള്ളിക്കാരൻ്റെ സൗണ്ട് തന്നെ ചില സമയത്ത് പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഏത് വിഷയത്തിനകത്തും കയറി കൈ കടത്തി. ഇത് കണ്ടൻറ്റിന് വേണ്ടിയാണ് ആയിരിക്കാം, ചിലപ്പം വഴക്കുണ്ടാക്കുന്നതായിരിക്കും കണ്ടൻറ്റ് ഇവർക്ക്. പിന്നെ നല്ലതായിട്ട് കളിക്കുന്നൊരു പ്ലെയറാണ്. അതുപോലെ രേണു ഇടയ്ക്ക് ആക്റ്റീവ് അല്ലായിരുന്നു. ഇപ്പം പെയിൻ വിഷയത്തിൽ ഇപ്പം ഇച്ചിരി കയറിയിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു കഷ്ടം തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഡ്രസ്സ് കൊടുക്കാത്തതും മേക്കപ്പ് കൊടുക്കാത്തതിലൊക്കെ വല്ലാത്തൊരു കഷ്ടം തോന്നുന്നു. കാരണം എല്ലാ വർഷവും എല്ലാവരും സുന്ദരനും സുന്ദരിമാരുമായിട്ട് ഈ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കും എല്ലാ എപ്പിസോഡിലും ഇരിക്കുമ്പോൾ ഇവർ മാത്രം ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലിരിക്കുന്ന കാണുന്ന എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് കാണുമ്പോഴത്തേനും. അതൊന്ന് മാറ്റിക്കൊടുത്തായിരുന്നേ നന്നായിരുന്നു. നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം, അവർക്കും കൂടെ തോന്നണ്ടേ ഇതൊക്കെ ചെയ്യണോ വേണ്ടേന്ന്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു കണ്ടസ്റ്റൻറ്റ് ശൈത്യ അവരുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോഴത്തേന് ചിരിക്കുന്നുണ്ട്. ഒരാളെ ചിരിക്കുന്നുണ്ട്. എന്താണ് പേര് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അത് ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരാൾ അവരുടെ വിഷമങ്ങൾ പറയുമ്പോഴത്തേനും പൊട്ടിച്ചിരിക്കുന്നു, എന്നിട്ട് ചിരിച്ചിട്ടില്ല എന്ന് പറയുന്നു, കരയുമായിരുന്നു എന്ന് പറയുന്നു. എന്ത് കുറ്റം ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ബിഗ് ബോസ് ഈ വർഷത്തെ ബിഗ് ബോസ് അത്ര നമ്മളെ ഒരു എൻ്റർടൈൻ ആക്കുന്നേ ഇല്ലെന്നാണ് തോന്നുന്നത്. ഒരു വഴക്കും ബഹളവും, ഏത് സമയത്തും വഴക്കും. പിന്നെ ഇനി മുമ്പോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നല്ലപോലെ വരട്ടെ. നമുക്ക് കാണാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ.